ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ നടന്നുവെന്ന് പലകുറി രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. ആദ്യത്തെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വാർത്താ സമ്മേളനം വിളിച്ച് രാഹുലിനെതിരെ ശബ്ദമുയർത്തി. പിന്നാലെ ഒരു മാസത്തെ ഇടവേളയിൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനവും വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. ഈ ആരോപണങ്ങളോട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായാണ് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച സംഭവിച്ചുവെന്നും തിരുത്താമെന്നും പറഞ്ഞ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് നന്ദിയും ഒപ്പം മാപ്പും പറയാതെ പറയുന്നുണ്ട്. രാഹുൽ ചൂണ്ടിക്കാണിച്ച ഗുരുതര പിഴവ് തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനുള്ള ഇ-സൈൻ എന്ന പുതിയ ഫീച്ചർ ഇ-നെറ്റ് പോർട്ടലിലും ആപ്പിലും അവതരിപ്പിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. മുൻപ് അതാത് മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും വിചാരിച്ചാൽ എന്തും സംഭവിക്കുമെന്നതായിരുന്നു സ്ഥിതി. ഇതിനാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലോടെ അവസാനമായിരിക്കുന്നത്.